ഇതിൻ്റെ ഉള്ളിൽ ഒരു റീഫില്ലബിൾ ബോട്ടിലുണ്ട്. ഇത് കണ്ടോ, ഈ ബോട്ടിലിൻ്റെ അകത്ത് നമ്മളിത് നിറയ്ക്കും. വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോൺസ് ആയിട്ടാണ്, ഇത് 5 മൈക്രോൺസിലാണ് ഇത് വരുന്നത്. ഇത് ഫ്രാഗ്രൻസ്ഡ് ഓയിൽ ബേസ്ഡ് പെല്ലറ്റാണ്. ഇത് 2 മാസം ഉപയോഗിക്കാനുള്ളതും അത് 1 മാസത്തേക്കുള്ള യൂറിനൽ സ്ക്രീൻസാണ്. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത ബിസിനസ് ആശയമായി നടക്കുന്ന ആളുകളെ നമ്മൾ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്കെല്ലാം ബിസിനസ്സിൽ വലിയ മാറ്റമുണ്ട് എന്നറിയുമ്പോൾ വളരെ വളരെ സന്തോഷം. ഇതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. എക്സൽ ഇൻ്റർനാഷണലുമായി അസോസിയേറ്റ് ചെയ്യുന്ന 3ാമത്തെ വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഹൈജീൻ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ സാർ? അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന റൂം ഫ്രാഗ്രൻസിനെ കുറിച്ചാണ് അല്ലേ? നമ്മുടെ നാട്ടിലെ ഓൺട്രപ്രണേഴ്സ് ഒരുപാട് വളരണം. ഓൺട്രപ്രണർഷിപ്പ് ഉണ്ടായാലാണ് നമ്മുടെ നാട് വികസിക്കുക. അപ്പോൾ സാർ അതിൻ്റെ ഭാഗമാണ്. സന്തോഷം. നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ജോർജ് സാർ. അപ്പോൾ നമുക്ക് റൂം ഫ്രാഗ്രൻസിനെ കുറിച്ച് നോക്കാം അല്ലേ? ഓക്കെ, മൾട്ടിപ്പിൾ ചോയ്സസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കാം. ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനെ വി കോൾ ഇറ്റ് ഓട്ടോമേറ്റഡ് എയർ ഫ്രഷ്നർ എന്നാണ് പറയുന്നത്. ഒരു എക്യുപ്മെന്റ് ഉണ്ട്, അത് ബാറ്ററി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനകത്ത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇത് 3000 പ്രീമീറ്റഡ് സ്പ്രേ ആണ്. ഇതിങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്നു. പക്ഷെ ഇത് എവറി 15 മിനിറ്റ്സ് വല്ലതായിരിക്കും ഇത് ഒരു പ്രാവശ്യം അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുന്ന ആ സ്മെൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രോബ്ലി ഹാഫ് എ മിനിറ്റ് ഒക്കെ കാണത്തുള്ളൂ. അത് മാത്രമല്ല, ഇതിന് പലർക്കും അലർജി ഉണ്ടാകാം. അതിനകത്തൊരു പ്രൊപ്പല്ലൻ്റ് ഉണ്ട്, അത് ഓസോൺ ലെയറിന് നല്ലതല്ല. പ്ലസ് ഈ യൂസ് ചെയ്ത ക്യാനും ആ യൂസ് ചെയ്ത ബാറ്ററിയൊക്കെ എല്ലാം നമ്മുടെ മണ്ണിലോട്ടാണ് ഡംപ് ചെയ്യുന്നത്. ഇത് ഒട്ടും ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ്. വി കോൾ ദിസ് വി എയർ സോളിഡ്. ഇതൊരു വെക്ടർ എന്ന് പറയുന്ന UK കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. UK കമ്പനിയുടെ ഒരു പ്രോഡക്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഓയിൽ ഇംപ്രിഗ്നേറ്റഡ് ആണ്. ദിസ് ഇസ് ക്ലേ. എൻ്റെ ഇടയ്ക്കൊരു CVD എടുത്ത ഒരു കോണും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടാണ് ഇതിൻ്റെ ഫ്രാഗ്രൻസിങ് ചെയ്യുന്നത്. ഇതിന് ഒരു ഡിസ്പെൻസിങ്ങിനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ക്ലിപ്പുണ്ട്. അതിന് ഇതുപോലെയുള്ള ഒരു ഡിസ്പെൻസറിനകത്തേക്ക് നമ്മൾ ഈ ക്ലിപ്പ് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസീവായിട്ടുള്ള ഫ്രാഗ്രൻസിങ് ആണ്. എയർ ഫ്ലോ കൊണ്ടിട്ട് നമ്മൾ പോകും. ഇതിന് ബാറ്ററി ഇല്ല, ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നും തന്നെ വേണ്ട. ഇത് ഒരു 30 ഡേയ്സ് നമ്മൾക്ക് മണം നിൽക്കും. ആദ്യകാലത്ത് കുറച്ച് ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. സബ്സിക്വൻ്റ്ലി ഇറ്റ് വിൽ ഡൈ ഔട്ട്. അന്നേരം നമ്മൾ പുതിയത് ഉപയോഗിക്കുക. ഇതാണ് ഇതിൻ്റെ വി ആർ സോളിഡ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗ്രീൻ പ്രോഡക്റ്റ് എന്ന് പറയാൻ കാര്യം, ഇത് തീർന്നതിന് ശേഷം ഈ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ അലുത്തു പോകും. ഇത് ക്ലേ ആണ്. ഇതിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് ഇത് റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് ആണ്. ഇത് ഊരിക്കഴിഞ്ഞ് വെള്ളത്തിലിട്ട് അലുത്തു പോകും. അസിഡി ഒന്നും കാണത്തില്ല പിന്നെ. അപ്പോൾ ഇതുപോലെ ക്യാന് നമ്മൾ എടുത്ത് എറിയേണ്ട വരില്ല, ആവശ്യമില്ല. അതാണ് ടോട്ടൽ എക്കോ ഫ്രണ്ട്ലി എന്നുള്ള സാർ ഉദ്ദേശിക്കുന്നത്. അതെ, കറക്റ്റ്. അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ് നമ്മളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്ലാസ്റ്റിക് ഓയിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്ത ഇതിന് പകരം ക്ലേക്ക് പകരം പ്ലാസ്റ്റിക്കാണിത്. ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള ഇതുണ്ടല്ലോ, ഇതിനകത്ത് യു ക്യാൻ സീ ദ പെല്ലറ്റ്സ്. ഇത് ഫ്രാഗ്രൻസ്ഡ് ഓയിൽ ബേസ്ഡ് ഫ്രാഗ്രൻസ് പെല്ലറ്റാണ്. ഇതുകൊണ്ട് മോൾഡ് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റ്. അതെ, അത് അഗെയിൻ പല ഫ്രാഗ്രൻസ് അഗെയിൻ ഓൾ ദീസ് ആർ ഫ്രം വെക്ടർ യുകെയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതും ഈ പറഞ്ഞ രീതിയിൽ ദ സെയിം ഡിസ്പെൻസറിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഇത് റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് ആണ്, എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത. ദിസ് ഈസ് ഒരു സ്മോളർ ഏരിയ ലൈക്ക് ലിഫ്റ്റിനകത്ത് അല്ലെങ്കിൽ ചെറിയ വാഷ്റൂംസിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഈസ് ഇനഫ്. ഇതല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ്? ഇതെന്ന് പറയുന്നത് നമ്മൾ WCയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ്. അതെ, ഇത് നമ്മൾ വി ക്യാൻ സ്റ്റിക്ക് ടു ദ സൈഡ് ഓഫ് ദ വാഷ് ബേസിൻ. ഇങ്ങനെ നമുക്ക് WCയിൽ നമുക്കിത് ഇങ്ങനെ വെക്കാൻ പറ്റും അല്ലേ? ഓക്കെ, ഫൈൻ. ഇതും ഫ്രാഗ്രൻസ്ഡ് ആണ്. ദ സെയിം ടെക്നോളജി ഈസ് ബീയിങ് യൂസ്ഡ്. റീയൂസബിൾ ആണ്.
അതെ, റീയൂസബിൾ അല്ല. വൺ ടൈം പ്രോബ്ലി 25 to 30 days യു ക്യാൻ യൂസ് ഇറ്റ്. ഉപയോഗിക്കാം. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത എന്താ സാറേ നമുക്ക് പറയാനുള്ളത്? അടുത്തത് ഞാൻ മുമ്പേ പറഞ്ഞ നമ്മൾ പാറ്റാഗുളിയുടെ കാര്യം പറഞ്ഞല്ലോ, നഫ്തലിൻ ബോൾസിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് വിത്ത് ആൻ എൻസൈം. ഇത് 2 മാസം ഉപയോഗിക്കാനുള്ളതും അത് 1 മാസത്തേക്കുള്ള യൂറിനൽ സ്ക്രീൻസ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ ഇത് ഡിഫ്യൂസേഴ്സ്. ഓക്കെ, അത് ഡിഫറെന്റ് കപ്പാസിറ്റിയുടെ ഉണ്ട്. അജിൽ ക്യാൻ എക്സ്പ്ലെയിൻ ദാറ്റ്. അജിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വന്നായിരുന്നു. ശരി, അജിൽ സന്തോഷം, വീണ്ടും വെക്കീൻ. താങ്ക് യു സോ മച്ച്. ഒന്ന് നമുക്കൊന്ന് പറഞ്ഞു ആൾക്കാർക്ക് പറഞ്ഞു. അതായത് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇത് പറഞ്ഞല്ലോ പാസീവ് എയർ യൂസ് ചെയ്യുന്നത്, ഇത് 170 ക്യൂബിക് മീറ്റേഴ്സ് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതാണ്. 170 to 200 ക്യൂബിക് മീറ്റേഴ്സ്. അപ്പോൾ ഇതിനേലും വലിയൊരു ഏരിയ ഉള്ള സ്ഥലമാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്രാഗ്രൻസ് കൊടുക്കാൻ വേണ്ടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റു പ്രൊഡക്ട്സ്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള വൈബ് പ്രോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതെന്ന് പറയുന്നത് ഈ നമ്മളുടെ എയറോസോളിനെ റീപ്ലേസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇതാണ് അതിൻ്റെ കാട്രിഡ്ജ് വരുന്നത്. ഇത് 100 ml ആണ് ഈ കാട്രിഡ്ജ്. എയറോസോൾ വരുമ്പം 100 ml എയറോസോൾ എടുത്തു കഴിഞ്ഞാൽ വെറും 7.5 to 8 ml ഫ്രാഗ്രൻസ് ഓയിൽ ഉണ്ടാവും. ബാക്കി അതിന്റെ പ്രൊപ്പലന്റും ഗ്യാസും ഒക്കെയാണ്. ഈ 100 ml എന്ന് പറയുന്നത് ഈ 100 ml ഫ്രാഗ്രൻസ് ഓയിലാണ്. അപ്പോൾ ആ എയറോസോൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ദിവസം കിട്ടുന്ന സ്ഥലത്ത് ഇത് വെച്ചാൽ 90 ദിവസം കിട്ടും. അതായത് ഒരു കാട്രിഡ്ജ് 90 ദിവസം വർക്ക് ചെയ്യും എന്നർത്ഥം. അതെ, ഇതിന്റെ ഒരു എന്താണ് ഡിസ്പെൻസിങ്, ഒരു പുഷ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏകദേശം 4 hours നിൽക്കും എന്നാണ് ഒരു പുഷ്. അപ്പോൾ മറ്റേത് 2 മിനിറ്റ് 3 മിനിറ്റ് നിൽക്കുന്ന സ്ഥലത്ത് ഇതിന്റെ ഒരു പുഷ് 4 hours നിൽക്കും. എവറി 1 hour ഇതിന്റെ ഓരോ പുഷ് സംഭവിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പ്രേ സംഭവിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ നിൽക്കും, ആ സ്മെല്ല് കവർ ചെയ്ത് നിൽക്കും. ഇങ്ങനെ ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോൺസ് ആയിട്ടാണ് ഇത്. 5 മൈക്രോൺസിലാണ് ഇത് വരുന്നത്. മറ്റേത് 80 മൈക്രോൺസ് ആണ്. അതുകൊണ്ടാണ് അധികം ട്രാവൽ ചെയ്യാത്തത്. ഇത് 5 മൈക്രോൺസ് ആയത് കാരണം അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ സമയം ട്രാവൽ ചെയ്യും. നമുക്ക് ഫ്രാഗ്രൻസ് കൂടുതൽ നേരം കിട്ടും. ഇപ്പൊ തന്നെ അത് സ്പ്രേ ചെയ്തിട്ട് ആ ഫ്രാഗ്രൻസ് നമുക്ക് ഈ റൂമിൽ കിട്ടുന്നുണ്ട്. ഇത് 1 മണിക്കൂർ 4 മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇനി അതിന്റെ തന്നെ കുറച്ചും കൂടെ കൂടിയതാണ് ഈ സെൻസാമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് വരുന്നത്. സെൻസാമിസ്റ്റ് ഈ ഓയിൽ കത്തിക്കുകയല്ല, ഒരു നെബുലൈസിങ് ടെക്നോളജി ഉപയോഗിച്ച് അതിനെ ഡിഫ്യൂസ് ചെയ്യിക്കുകയാണ്. അപ്പൊ ഇതേപോലെ തന്നെ 5 മൈക്രോൺസിൽ ഇത് പുറത്തോട്ട് വരും. ഇത് കത്തിക്കുന്നില്ല, ആ ഓയിലിനെ ഒരു നെബുലൈസിങ് ടെക്നോളജി. ഇത് ഇതിന്റെ ഉള്ളില് ഒരു റീഫില്ലബിൾ ബോട്ടിലുണ്ട്. ഇത് കണ്ടോ, ഈ ബോട്ടിലിന്റെ അകത്ത് നമ്മളിത് നിറയ്ക്കും. അതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇതാണ് റീഫിൽ ബോട്ടിൽസ് വരുന്നത്. ഈ ബോട്ടിൽസിൽ നിന്ന് നമ്മൾ ഇതിലോട്ട് നിറയ്ക്കും. ഇത് 100 ml ബോട്ടിലാണ്. അതേസമയം കുറച്ചും കൂടി വലിയൊരു ലോബി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു അതിന്റെ തന്നെ വലുതാണിത്. ഇത് 3000 ക്യൂബിക് മീറ്റേഴ്സ് കവർ ചെയ്യും. 3000 ക്യൂബിക് മീറ്റർ കവർ ചെയ്യും. അത് ഡിപ്പെൻഡ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ചിട്ടാണ്. നമ്മുടെ ലോബി ഒരു വലിയ ലോബിയിലാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ ലോബി ഏരിയ, ടെല്ലർ കൗണ്ടേഴ്സ് ഒക്കെ ഇല്ലേ, ഹോസ്പിറ്റൽസിന്റെ ലോബി ഏരിയ, ഹോട്ടൽസ്, സിനിമാസ്, അങ്ങനെയുള്ള പിന്നെ വെഡിങ് സാരി സെന്റേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ ഏരിയ ഈ പറഞ്ഞ രീതിയിൽ 2000 ക്യൂബിക് മീറ്റർ ഏരിയയിൽ ഒരെണ്ണം വെച്ചാണ് അതിൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് ഒരു ഡിഫറെന്റ് ഫ്രാഗ്രൻസ് അവൈലബിൾ. അപ്പൊ കംപ്ലീറ്റ്ലി നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാല് ഒരു ഹൈജീൻ പ്രൊഡക്റ്റിന് ഭയങ്കര ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടുമെന്ന് അർത്ഥം അല്ലെ? അപ്പൊ ഇതൊക്കെ ഒന്ന് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയാണ് ആൾക്കാർക്ക് ഉള്ളത് ഇതിന്റെ ഫ്രാഗ്രൻസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്താലാണ് നമ്മളുടെ ഡിഫറൻസ്. നോർമലി അവൈലബിൾ ആയിട്ടുള്ള എയറോസോൾസിനെക്കാട്ടിലും അല്ലെങ്കിൽ ഫ്രാഗ്രൻസസിനെക്കാട്ടിലും കുറച്ചും കൂടി എലഗന്റ് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളാണ്, യുണീക്ക് ആയിട്ടുള്ള ഫ്രാഗ്രൻസുകളാണ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു. അടുത്തത് നമുക്ക് സാറേ ഇപ്പൊ എക്സൽ ഇന്റർനാഷണൽ ഇനിയും ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ എന്തായിരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ? നമുക്ക് മെഷീനറി ഉണ്ട്, ഇന്നോവേറ്റീവ് മെഷീൻസ്. സാറിന് ഉപയോഗിക്കുന്ന വെറും വാക്യൂം ക്ലീനറോ അതൊന്നുമല്ല. നമുക്ക് എസ്കലേറ്റർ ക്ലീൻ ചെയ്യുന്നത് എക്യുപ്മെന്റ് ഉണ്ട്. പ്യുവർ വാട്ടർ ക്ലീനിങ്, വെറും വെള്ളം കൊണ്ട് ഒരു 18 മീറ്റേഴ്സ് വരെ താഴെ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന സംവിധാനമുണ്ട്. 10-12 മീറ്റർ ഹൈറ്റിൽ വാക്യൂം ചെയ്തെടുക്കാവുന്ന, ഡസ്റ്റ് വാക്യൂം ചെയ്തെടുക്കുന്ന സംവിധാനമുണ്ട്. അതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്.
അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. Welcome. ഈ എക്സൽ ഇന്റർനാഷണൽ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് എന്ത് കെമിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളോ ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ളോ എന്ത് പ്രോഡക്റ്റുകൾക്കും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ആദ്യം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കും, എന്നിട്ട് ശേഷം അതിനെക്കുറിച്ച് മനസ്സിലാക്കി. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.